ഹലോ, എല്ലാവർക്കും അഭിനവ് വി ആർ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു പ്ലാന്റിൻ്റെ റിപ്പോർട്ടിംഗ് ആയിട്ട് വന്നേക്കുവാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ പേരാണ് സിൽവർ കലാത്തിയ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ റീപ്പോർട്ടിംഗ് ചെയ്യാൻ പോകുന്ന പ്ലാന്റ്. ഇതിൻ്റെ ഇല കണ്ടോ, ഒരു ഗ്രീനും അല്ല സിൽവറും അല്ലാത്ത നിറമാണിത്. ഇതിൻ്റെ അടിഭാഗം നല്ല ബ്രൗൺ ആണ് കേട്ടോ. നല്ലൊരു പ്ലാന്റ് ആണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഞാൻ പൊതുവെ പ്ലാന്റ് ഇടുന്നതിന് മുമ്പ് ചട്ടിയിലേക്ക് കുറച്ച് ഇലകളും കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് വേണം നമ്മൾ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്നത്. പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ ജസ്റ്റ് പ്ലാന്റ് ഒന്ന് അതുപോലെ ഒന്ന് വെക്കലും ജസ്റ്റ് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഉടച്ച് വെക്കണം. അതായിരിക്കും പ്ലാന്റിന് ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ സിൽവർ കലാത്തിയുടെ കാര്യത്തിൽ സിൽവർ കലാത്തിയ എപ്പോഴും തണൽ ഭാഗത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം സൂര്യപ്രകാശം നേരിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ഇലകൾ ചുരുണ്ട് പോവും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ സിൽവർ കലാത്തിയ ഒരു നല്ലൊരു പൂ ഉണ്ടാവും. അത് നല്ല താമരയുടെ കണക്കത്തുള്ളൊരു പൂവാണ്. കാണാൻ നല്ല രസമാണ് പൂ. ഞാൻ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തു കേട്ടോ. നമ്മൾ ഏതൊരു പ്ലാന്റ് റീപ്പോർട്ട് ചെയ്തതിന് ശേഷം നനച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ കണ്ട സിൽവർ കലാത്തിയ എനിക്കിഷ്ടമുള്ള എല്ലാ ചെടികളും കൂട്ടത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ സിൽവർ കലാത്തിയാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.